സ്റ്റുഡൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആണ്. എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈലിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ വെബ് ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി ഒരു ഇൻഡിവിജ്വലിനോ ഒരു കമ്മ്യൂണിറ്റീസിനോ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഡിസ്കസ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യാനും സാധിക്കും. അതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറയാം, ബൈ മീൻസ് ഓഫ് ഫോൺ ഓർ കമ്പ്യൂട്ടർ ടെക്നോളജീസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ കമ്മ്യൂണിറ്റി ക്യാൻ ക്രിയേറ്റ്, ഷെയർ, ഡിസ്കസ് ആൻഡ് മോഡിഫൈ കണ്ടൻറ്റ്. ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും സാധിക്കും. അതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ബൈ മീൻസ് ഓഫ് മൊബൈൽ ആൻഡ് web-based technologies and by means of mobile and web-based technologies an individual or communities can create, share, discuss, and modify content. By means of mobile and web-based technologies, an individual or communities can create, share, discuss and modify content. അതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ഈ പറയുന്ന അവരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു 6 സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻ്റർനെറ്റ് ഫോറം. ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓൺലൈൻ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. വെയർ യു ക്യാൻ ഡിസ്കസ് ഓൺ എനി ടോപ്പിക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഫോറംസ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് മെസ്സേജ് ബോർഡ് എന്നും പറയും. ഓക്കെ, അപ്പം എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്? ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ് where
where people can make conversations, in the form of posted messages. About various topics. ഇതൊരു ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഫോറം അല്ലെങ്കിൽ മെസ്സേജ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് ബോർഡ് എന്ന് പറയുന്ന ആ ടൂള് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈച്ച് സിംഗിൾ ഡിസ്കഷൻ ഓൺ എ ടോപ്പിക് ഈസ് കോൾഡ് ത്രെഡ്. ഒരു ഡിസ്കഷനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിസ്കഷനെ നമ്മൾ പറയുന്നത് ത്രെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഡിസ്കഷൻ, അടുത്ത പോയിന്റാണ് സിംഗിൾ ഡിസ്കഷൻ ഓൺ എ ടോപ്പിക് is called a thread. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ബൈ മീൻസ് ഓഫ് ഡിസ്കഷൻസ്. ഇല്ലേ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് നാലഞ്ച് പേരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒരാൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് എപ്പോഴും 4-5 പേരും കൂടി ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്, ഇൻ്റർനെറ്റ് ഫോറത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇറ്റ് ഹെൽപ്സ് ടു ലേൺ ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് to learn and find solution to a problem. Internet forum is also called a message board. That is an online platform to make discussion on a പർട്ടിക്കുലർ ടോപ്പിക് എന്ത് വേണമെങ്കിലാകാം, ഇന്ന ടോപ്പിക് ആയിരിക്കണമെന്നില്ല. ഇൻ ദ ഫോം ഓഫ് പോസ്റ്റഡ് മെസ്സേജസ്. നിങ്ങൾ മെസ്സേജൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ലേ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒന്നിച്ചുകൂടി ഓൺലൈനായിട്ട് ചെയ്യുന്നു. അടുത്ത പറയുന്നത് ഒരു സിംഗിൾ ഡിസ്കഷനെ നമ്മൾ വിളിക്കുന്നത്, ഇൻ്റർനെറ്റ് ഫോറത്തെ വിളിക്കുന്നത് ത്രെഡ് എന്നാണ്. അതിന് പറയുന്നത് ത്രെഡ് എന്നാണ്. ഈ ഇൻ്റർനെറ്റ് ഫോറത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും സാധിക്കും. ഈ പ്രധാനപ്പെട്ട 3 പോയിൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനെറ്റ് ഫോറത്തെക്കുറിച്ച്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെസ്സേജ് ബോർഡ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുന്നത് ഉബുണ്ടു ഫോറം. ഉബുണ്ടു ഫോറം, ഉബുണ്ടു മീൻസ് OS ആണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അവരൊരു കമ്മ്യൂണിറ്റിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഉബുണ്ടു എന്ന് പറയുന്ന OS ഡെവലപ്പ് ചെയ്യുന്നത്. സോഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. ഒരു ലോകത്തുള്ള പല ആൾക്കാർ എല്ലാം കൂടെ ഒത്തുചേർന്നാണ് ഈ ഉബുണ്ടു എന്ന് പറയുന്ന OS ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് എവിടെ നിന്ന് ചെയ്യാൻ പറ്റും? ഉബുണ്ടു ഫോറം എന്ന് പറയുന്ന ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻ്റർനെറ്റ് ഫോറം. സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ ബ്ലോഗ്സ്.
ഇതും ഒരു ഡിസ്കഷൻ പോലെ തന്നെയുള്ള ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന പോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയാണ്. അപ്പോൾ എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്? ഇറ്റ് ഈസ് എ ഡിസ്കഷൻ or informational website websites consisting of entries or posts displayed in reverse chronological order. റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ മീൻസ് ലാസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജ് ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് ഈ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെയും ഡിസ്കഷൻ തന്നെയാണ് നടക്കുന്നത്. അല്ലെ മേ ബി ആൻ ഇൻഫർമേഷൻ വെബ്സൈറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു മൂവി ഫെസ്റ്റിവൽ നടക്കുന്നു. അപ്പം ഈ മൂവി ഫെസ്റ്റിവൽ നടക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഫർമേഷൻസ് എനിക്ക് വെബ് പേജസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ വെബ് പേജസ് എന്ന് വിളിക്കത്തില്ല. ആ വെബ് പേജ് എന്നാണ് നമ്മളതിനെ പറയുന്നതിനേക്കാളും നമ്മളതിനെ പറയുന്നത് ബ്ലോഗ്സ് എന്നാണ് പറയുന്നത്. ബ്ലോഗ്സ് അത് ഇറ്റ് മേ ബി ഒരു ഓർഗനൈസേഷനെ കുറിച്ചാവാം, ഒരു സ്കൂളിനെ കുറിച്ചൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അത് ഒരു ഇവൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇവൻറ്റ്, ഫിലിം ഫെസ്റ്റിവൽ, അതിനെക്കുറിച്ചൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിന് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിന് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 2-3 ടൈപ്പ് ഓഫ് ബ്ലോഗ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഇറ്റ് പ്രൊവൈഡ് കമൻസ് ടു എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. സാധാരണ ബ്ലോഗ് ഇറ്റ് പ്രൊവൈഡ് കമൻസ് ഓൺ എ particular subject. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. വേറൊരു ഫോം ഓഫ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഓൺലൈൻ ഡയറീസ്. പേഴ്സണൽ ഓൺലൈൻ ഡയറീസ് നമ്മളൊക്കെ ചിലരൊക്കെ ഡയറീസ് എഴുതത്തില്ലേ, അത് നമ്മൾ ഓൺലൈനായിട്ട് എഴുതുന്നതിനെ നമുക്ക് എന്താ പറയാം, ബ്ലോഗായിട്ട് പറയാം. അടുത്ത ഓൺലൈൻ ബ്രാൻഡ് അഡ്വർടൈസിങ്. ഓൺലൈൻ അഡ്വർടൈസിങ് ഫോർ കമ്പനീസ് ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനീസിനെ കുറിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് എന്ത് യൂസ് ചെയ്യാം? സോഷ്യൽ ബ്ലോഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷൻ തന്നെയാണ് അവിടെ, അല്ലെങ്കിൽ ഇൻഫർമേഷണൽ വെബ്സൈറ്റ്സ് ആണ്. ദാറ്റ് വെയർ വി ക്യാൻ പോസ്റ്റ് മെസ്സേജസ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ലാസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കും ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, പല ടൈപ്പ് ഓഫ് സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് കമൻസ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് കമൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ ഓൺലൈൻ ഡയറീസ്. നമ്മുടെ
ഡയറി നമ്മൾ എഴുതുന്ന പോലെ, നമ്മൾ പേഴ്സണൽ ഡയറീസ് എഴുതുന്ന പോലെ നമുക്ക് ഓൺലൈനായിട്ട് പേഴ്സണൽ ഡയറീസ് ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമുക്ക് സോഷ്യൽ ബ്ലോഗ്സിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ അഡ്വർടൈസിങ് ഫോർ എ കമ്പനി ഓർ എ പ്രോഡക്റ്റ്, ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇതിനകത്ത് വരാം, സോഷ്യൽ ബ്ലോഗ്സിനകത്ത് വരാം. ഓക്കെ, ഇത്രയാണ് സോഷ്യൽ ബ്ലോഗ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് മൈക്രോ ബ്ലോഗ്സ്. സോഷ്യൽ ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ സോഷ്യൽ ബ്ലോഗ്സ് അതുപോലെ തന്നെ ഈ ബ്ലോഗ് മേ ബി എ സിംഗിൾ യൂസർ ബ്ലോഗ് ആയിരിക്കാം. ഇറ്റ് മേ ബി എ സിംഗിൾ യൂസർ ബ്ലോഗ് ആയിരിക്കാം, ഒരാൾ യൂസ് ചെയ്യുന്ന ബ്ലോഗ് ആയിരിക്കാം. ഓർ ഇറ്റ് മേ ബി മൾട്ടി യൂസർ ബ്ലോഗ് ആയിരിക്കാം. ഓക്കെ, ഈ ബ്ലോഗ് എഴുതുന്ന ആളെയാണ് നമ്മൾ പറയുന്നത് ബ്ലോഗർ. ബ്ലോഗർ എന്നാണ് പറയുന്നത്, എഴുതുന്ന ആളെ ബ്ലോഗർ എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ബി എ സിംഗിൾ യൂസർ ബ്ലോഗ് ആയിരിക്കാം, ഓർ മേ ബി മൾട്ടിപ്പിൾ യൂസർ ബ്ലോഗ് ആയിരിക്കാം. ഇതിന് എക്സാമ്പിളാണ് blogger.com. ബ്ലോഗ് സൈറ്റ്സിന്, ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് blogger.com. അതുപോലെ തന്നെ വേർഡ് പ്രസ്, blogger.com, wordpress.com. ഇതൊക്കെയാണ് സോഷ്യൽ ബ്ലോഗ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയുമാണ് സോഷ്യൽ ബ്ലോഗ്സിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത പറയുന്നത് മൈക്രോ ബ്ലോഗ്സ്. മൈക്രോ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ്സ് തന്നെ, ഏകദേശം ബ്ലോഗ്സ് തന്നെ പോലെ തന്നെയാണ്. പക്ഷേ അവിടെ ഷോർട്ട് മെസ്സേജസ് ആയിരിക്കും നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അല്പം കൂടെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം. പക്ഷേങ്കിൽ ഇവിടെ മൈക്രോ ബ്ലോഗ്സിനകത്ത് ഇൻഫോർമേഷൻ ഷോർട്ട് മെസ്സേജസ് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു എക്സ്ചേഞ്ച്, ഇറ്റ് അലൗസ് users to exchange short sentences to exchange short sentences to exchange short sentences, individual images, or video links. Or video links. It allows users to exchange short sentences, individual images, or video links. It can influence, and ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, it can influence public opinion spontaneously. It can influence public opinion spontaneously. It can influence public opinion spontaneously. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റും ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് സെൻറ്റൻസ്, ഇമേജസ്, ലിങ്ക്സ് ഫോർ ഇമേജസ്, വീഡിയോസ് എക്സെട്ര. അതിനെയാണ് നമ്മൾ മൈക്രോ ബ്ലോഗ്സ് തന്നെയാണ്, പക്ഷേങ്കിൽ അതിൻ്റെ സൈസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ബ്ലോഗ്സ്. അതും ഒരു പർട്ടിക്കുലർ, എൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ
സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പബ്ലിക് ഒപ്പീനിയൻസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതിനകത്ത് തന്നെ എക്സാമ്പിളാണ് ഈ മൈക്രോ ബ്ലോഗ്സിന് എക്സാമ്പിളാണ് Twitter.com. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് Twitter.com. ഇതാണ് മൈക്രോ ബ്ലോഗ്സ് കുറിച്ച് പറയാനുള്ളത്. ബ്ലോഗ്സ് തന്നെയാണ്, പക്ഷേ എങ്കിൽ കമ്പാരിറ്റീവ്ലി സൈസ്, അതിൻ്റെ പാസ് ചെയ്യുന്ന മെസ്സേജ് സൈസ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു സോഷ്യൽ ബ്ലോഗ്സ്. അത് പബ്ലിക് ഒപ്പീനിയനൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാനൊക്കെ, ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള പബ്ലിക് ഒപ്പീനിയനൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാനൊക്കെ ഏത് ഹെൽപ്ഫുള്ളാണ്? ഈ മൈക്രോ ബ്ലോഗ്സ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് Twitter.com. അടുത്ത പറയുന്നത് വിക്കീസ്. Wikis allow people to add content or edit existing information in a web page that forms a community document. നമുക്കൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചോ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒപ്പീനിയൻ. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം വിക്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു ആഡ് കണ്ടന്റ് ഓഫ് എ സബ്ജക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു എഡിറ്റ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്, അല്ലെ കണ്ടന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്. അതിനെയാണ് നമ്മൾ വിക്കീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇൻഫർമേഷൻ, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. എവിടെ? വിക്കീസിനകത്ത്. ടാക്സക്സൻ എൻസൈക്ലോപീഡിയ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻസൈക്ലോപീഡിയയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ് ഇറ്റ് ഈസ് പോസിബിൾ ടു ആഡ് യുവർ ഓൺ ഒപ്പീനിയൻ ഇൻ വിക്കീസ്. അപ്പം ഈ വിക്കീസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട്. ചുമ്മാ നമ്മൾക്ക് എല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻസ് വാല്യുബിൾ ആണെങ്കിൽ മാത്രമേ അവർ അതിനകത്ത് പ്രസിദ്ധീകരിക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവൈലബിൾ ആക്കത്തുള്ളൂ ആ വിക്കീസിനകത്ത്. അത് നോക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്യും. ആ ഇൻഫർമേഷൻ വിക്കീസിൽ നിന്ന് ഉടനെ തന്നെ അവർ റിമൂവ് ചെയ്യും. അപ്പം അവിടെ there is a group of editors that monitors the wikis, the information in the wikis. ഓക്കെ, അപ്പോൾ വിക്കീസിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട്. if we give misleading information then it will be removed from the wikis. Okay, അപ്പം wikis allows people to add content or editing existing information or editing existing information in a web page. To form a community document. To form എൻസൈക്ലോപീഡിയ തന്നെ, നമ്മൾ സാധാരണ കാണുന്ന എൻസൈക്ലോപീഡിയ പോലെ തന്നെയാണ്. അത് ഓൺലൈൻ ആകുമ്പോൾ വിക്കീസ് നമ്മൾ വിളിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം.
content management system. There are group of editors who monitor the wikis. There are group of editors available to monitor the wikis. If we give misleading information, it will be removed from the wikis by these editors. നമ്മൾ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാല്യുബിൾ അല്ലാത്ത ഇൻഫർമേഷനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, അവരുടനെ തന്നെ ആ ഇൻഫർമേഷൻ ആ വിക്കീസിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പം there are group of editors who monitor the wikis. There are a group of editors who monitor the wikis. ഓക്കെ, ഇത് ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ് വിക്കീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കണ്ടന്റ് ആണ്, കുറേ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് പേഴ്സൺ ആയിരിക്കും, ഇറ്റ് മേ ബി പേഴ്സൺ, ഒരു പേഴ്സണെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആകാം. അവരെക്കുറിച്ച് നമ്മളെ പേര് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും നമുക്ക് അവൈലബിൾ ആവാം. പക്ഷേ എങ്കിൽ അത് ആ ഇൻഫർമേഷൻ എല്ലാം തന്നെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റത്തില്ല. അതിൽ അവൈലബിൾ ആകുന്ന മെസ്സേജസ് എല്ലാം 100% ഓക്കെയാണ്, അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പലരാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനകത്ത് അവൈലബിൾ ആയെന്ന് വരാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് വിക്കിപീഡിയ. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു വിക്കീസിനകത്ത് വരുന്ന ഒരു വെബ്സൈറ്റാണ് വിക്കിപീഡിയ. ഇതാണ് വിക്കീസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക്സ്. Social network allow people to build personal web pages and then connect with friends to communicate and share the content. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിനകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി എവിടെ അവൈലബിൾ ആണ്? സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഓഫ് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ പേഴ്സണൽ ടോപ്പിക്സ്. അതുപോലെ തന്നെ പേഴ്സണൽ ടോപ്പിക്സ് നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ടോപ്പിക്സ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ആക്ട് ആസ് എ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്, ഓൺലൈൻ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ സോഷ്യൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്, നിങ്ങളെല്ലാവരും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളവരാണെന്നാണ് ഭൂരിഭാഗം പേരും. ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ടുള്ള വെബ്സൈറ്റ്സാണ്. സോഷ്യൽ നെറ്റ്വർക്ക് വെബ്സൈറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ പീപ്പിൾ ക്യാൻ ബിൽഡ് പേഴ്സണൽ വെബ് പേജസ് ആൻഡ് ദെൻ കണക്ട് വിത്ത് ഫ്രണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ദി കണ്ടന്റ്. ഇറ്റ് ക്യാൻ ബി ഓഫ് ജനറൽ ടോപ്പിക്സ് ഓർ ഫോർ സ്പെസിഫിക് ഏരിയാസ് ഓഫ് സ്പെസിഫിക് ഏരിയാസ്. ഓക്കെ, അപ്പം എഴുതാൻ പോവാണ്. ഇറ്റ് അലൗസ് പീപ്പിൾ ടു ബിൽഡ് personal web pages
and then connect with friends. To communicate and share the content. To communicate share the content. To people to build personal web pages and the content, and then connect with the friends to communicate and share the content. Topics may be of general topics. The content may be of general topics. Content may be or of specific topics. Content may be of general topics or of specific topics. Okay. അതിന് എക്സാമ്പിളാണ് facebook.com. or linkedin.com. ഇന്ന് നമ്മൾ മൊബൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ട് ഈ വെബ്സൈറ്റ് അതിനകത്ത് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും അക്കൗണ്ടും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, ഒരു മെസ്സേജ് എക്സ്ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്ക്. ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതിലെല്ലാത്തെല്ലാം നമുക്ക് മിക്കവാറും എല്ലാത്തിലുള്ളതിൽ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ഹെൽപ്പ് ടു കളക്ട് ദ പബ്ലിക് ഒപ്പീനിയൻ അബൌട്ട് എ ടോപ്പിക്. ഇത് പബ്ലിക്കാണ്, എല്ലാവർക്കും ഇത് ആക്സസിബിൾ ആണ്. ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സർവീസസ് ആക്സസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തേടാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്ത കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്. സോഷ്യൽ മീഡിയ തന്നെ വരുന്നതാണ് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്. Content communities are websites that stores and share contents like photos, videos, etc. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ്, നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് യൂട്യൂബ് അല്ലേ. നിങ്ങൾക്ക് അവിടെ വീഡിയോസ്, ഓഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ കണ്ടന്റ് കമ്മ്യൂണിറ്റീസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അകത്ത് കിടക്കുന്ന വീഡിയോസ് ആയിട്ടുള്ള ഡേറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ പറയുന്നത് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ആർ വെബ്സൈറ്റ് ദാറ്റ് ഓർഗനൈസ് അല്ലെങ്കിൽ സ്റ്റോർസ് വെബ്സൈറ്റ്സ് that organize and share
share contents like photos, videos, etc. Contents like photos, videos, etc. Websites that organize and share contents like photos, videos, etc. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ് youtube.com. ഇത് പ്രധാനമായിട്ടും വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ സ്റ്റോർഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ എവിടെ ഉണ്ട്? യൂട്യൂബിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഫ്ലിക്കർ. flickr.com. ഇത് ഇമേജസ്. ഇത് വീഡിയോസ്. ഇതാണ് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ എന്നാണ് നോക്കിയാൽ, സോഷ്യൽ മീഡിയക്കകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീഡിയാസാണ് ഇൻ്റർനെറ്റ് ഫോറം അല്ലെങ്കിൽ മെസ്സേജ് ബോർഡ്, social blogs. Second one is social blogs. Third one is micro blogs. Fourth one is wikis. Fifth one is social network. And sixth one is content communities. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. സൈബർ സെക്യൂരിറ്റി അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.